ഒരു പാപമാണോ? പണം സമ്പാദിക്കുന്നത് കുറ്റമാണോ? ദാരിദ്ര്യത്തെ നമ്മൾ മഹത്വവൽക്കരിക്കണോ? സഹനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ എന്ന് ആശ്വസിച്ച് നിഷ്ക്രിയരായിരിക്കാനാണോ നമ്മൾ സജ്ജരാകേണ്ടത്? കത്തോലിക്ക സഭയിലെ വിവിധ കുടുംബങ്ങളിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിത യാത്രയിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ചില ചിന്തകളാണ് നമ്മൾ ആദ്യ ആമുഖത്തിൽ പങ്കുവച്ചത്. പണം സമ്പാദിക്കുന്നത് അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന ബോധ്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? പണം സമ്പാദിച്ച് അത് അനേകർക്ക് നന്മയാക്കി മാറ്റി അനേകരുടെ ലൈഫിൽ വെളിച്ചമാക്കി നമുക്ക് മാറ്റാനുള്ള ആ ഒരു കൃപയല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത്? ഇങ്ങനെ പണവുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം ചോദ്യങ്ങളും സന്ദേഹങ്ങളും ചർച്ചകളുമായിട്ടാണ് ഷെക്കീന ഫയർ റൂമിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. കൂടെയുള്ളത് സാമ്പത്തിക കാര്യ വിദഗ്ധ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ, സാമ്പത്തിക കാര്യങ്ങളിൽ ധാരാളം പഠനങ്ങൾ നടത്തുന്ന ശ്രീ ആന്റണി സച്ചിൻ. രണ്ടുപേർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. ഈ ചർച്ച ഞാൻ സച്ചിനിൽ തുടങ്ങുകയാണ്. നമ്മൾ പണത്തെക്കുറിച്ചുള്ള കുറേയധികം തെറ്റിദ്ധാരണകൾ ഉണ്ട് സമൂഹത്തിന് മൊത്തത്തിലുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഇത് കുറച്ച് കൂടുതലാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ പലപ്പോഴും ദാരിദ്ര്യത്തെയൊക്കെ വളരെ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും വിമർശനമുണ്ട്. പലപ്പോഴും ചില ധ്യാന പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ചില സ്പിരിച്വൽ തോട്ട്സിലൊക്കെ ആയിരിക്കാം നമുക്കത് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാകത്തില്ല. നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് നമ്മളിലേക്ക് എവിടെയൊക്കെയോ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് അത് വലിയ ദൈവിക പദ്ധതിയാണെന്നും നമുക്കിങ്ങനെ ഒരു സമൃദ്ധിയിലേക്ക് പോകുക അതൊന്നും നമ്മൾ തേടി പിടിച്ചു പോകേണ്ട കാര്യമില്ലെന്നും ഇതൊക്കെ ദൈവിക പദ്ധതിയാണെന്നും ആ ദാരിദ്ര്യത്തെ നമ്മൾ സന്തോഷിക്കണമെന്നും അത് സഹനമാക്കണമെന്നും പ്രാർത്ഥനയാക്കണമെന്നും ഒക്കെ നമ്മൾ പറയുന്നു. തീർച്ചയായിട്ടും സ്പിരിച്വൽ സൈഡ് ഉണ്ട്, അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു ബോധ്യം എങ്ങനെയോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതെ തുടർന്ന് നമ്മൾ പലപ്പോഴും ഈ സമ്പത്ത് നേടിയെടുക്കുന്നതിനെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചോ ഒന്നും ക്രൈസ്തവ സമൂഹത്തിലെ ആളുകൾ അധികം അന്വേഷിക്കാത്തതിന്റെ ഒരു കാരണം പോലും ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നമ്മൾ സമ്പത്ത് തേടി ധാരാളം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് മറ്റൊരു വശമാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ സമ്പത്ത് അല്ലെങ്കിൽ കാശ് അല്ലെങ്കിൽ അത് വെച്ചുള്ള സംരംഭങ്ങൾ, ബിസിനസ്, ഇതൊക്കെ ഏതോ ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് നിഷിദ്ധമായതായി മാറിപ്പോയിട്ടുണ്ടോ എന്ന സന്ദേഹം എനിക്കുണ്ട്. അങ്ങേക്ക് അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളുടെ കരസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ അതിൻ്റെ ഒത്തിരി നല്ല വശങ്ങൾ പലപ്പോഴും നമ്മൾ ഒക്കെ എല്ലാവരും തന്നെ അതിൻ്റെ നല്ല വശങ്ങൾ, നല്ല ഗുണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ചില സമയത്തെങ്കിലും അതിൻ്റെതായ ചെറിയ പഠനങ്ങളിൽ വന്നിട്ടുള്ള ചില വീഴ്ചകളിൽ ഒന്നായിട്ട് എനിക്ക് ഇങ്ങനെയും തോന്നിയിട്ടുണ്ട്. അതായത് പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് കാര്യമായ ഒരു ബോധ്യം, വ്യക്തത നമുക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, പണം സമ്പാദിക്കുന്നതിൽ പണം തിന്മയിലേക്ക് നയിക്കുന്ന ഒരു കാരണമായി മാറാറുണ്ടെന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ വന്ന് പലപ്പോഴും ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴത്തേക്കും ധനികനായ യുവാവിൻ്റെ അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അത് വചനത്തിൽ തന്നെ ഒരു വലിയ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന വ്യാഖ്യാനത്തിൽ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ധനികനായ യുവാവ് ഈശോയുടെ അടുത്ത് വരുന്നു, ഈശോയായിട്ട് അപ്പൊ ആ വ്യക്തിയെല്ലാം 10 കൽപ്പനകളെല്ലാം അനുവർത്തിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് അത് സാധ്യമാകാതെ തിരിച്ചു പോകുന്ന, യേശുവിനെ അനുഗമിക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുന്ന, അത് കഴിഞ്ഞിട്ട് വരുന്ന വചനമാണ് ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. സമ്പന്നർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതാണെന്നൊക്കെ പറയുന്ന ആ വചനം. അതായത് ഞാൻ പലപ്പോഴും ഇത് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട്, ഈ സമ്പന്നരാരും സ്വർഗത്തിൽ പോയിട്ടില്ലല്ലേ? കഷ്ടമായി പോയല്ലോ. നമ്മൾ ആ ചെറുപ്പത്തിൽ ചിന്തിക്കുന്നില്ല. അതെ. അപ്പോ പക്ഷെ നമ്മൾ ആ ഒരു ധനികരായ യുവാവിന്റെ ആ കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴേ സമ്പത്തിന്റെ ഒരു സാധനം അവിടെ പറയുന്നുണ്ട്, ദരിദ്രർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും ബെൻസ് കാറുള്ളവരുടെ ഒക്കെ കാര്യം കട്ടപ്പോയാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ സുവിശേഷം വീണ്ടും അങ്ങോട്ട് വായിച്ച് വരുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും ഒരു ധനത്തെ നെഗറ്റീവായിട്ട് കാണുന്ന ഒത്തിരി ഭാഗങ്ങൾ നമുക്കുണ്ടെങ്കിലും മത്തായിയുടെ സുവിശേഷം 27 അധ്യായം എത്തുമ്പോഴത്തേക്ക് അരിമത്ത്യക്കാരൻ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വന്നപ്പോഴാണ് എനിക്ക് ഇതെങ്ങനെ ഇങ്ങനെ. അതിൽ അരിമത്ത്യക്കാരൻ ജോസഫിന്റെ ഒരു കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ്:
അവൻ യേശുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവനായിരുന്നു. അതായത് 12 ശിഷ്യന്മാരിലല്ല, തുടർന്നുള്ള മറ്റുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യഗണത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ ധനികനായിരുന്നു. ഈ രണ്ട് വിശേഷണങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഓർത്തത് പിന്നീട് എന്താ ഈ അരിമത്യക്കാരൻ ജോസഫിന്റെ പ്രത്യേകത എന്താ? ഈ വ്യക്തിയാണ് യേശുവിന്റെ മൃതശരീരം വാങ്ങുകയും സ്വന്തം കല്ലറയിലേക്ക് അടക്കുകയും ചെയ്യുന്നത്. ഏറ്റവും വലിയ തമാശ എന്നാന്ന് പറയുന്നത്, യേശുവിന്റെ മൃതശരീരം ഏറ്റുവാങ്ങാനായിട്ട് ഈ ധനികന് ബെൻസ് കാറുള്ള അരിമത്യക്കാരൻ ജോസഫ് ഉണ്ടായിട്ടുള്ളൂ. വേറെ ശിഷ്യന്മാരും ആ പരിസരത്ത് ഉണ്ടായിട്ടില്ല. ഈ ബെൻസ് കാറുള്ള അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ നിന്നാണ് യേശു ഉദ്ധാനം ചെയ്തത്. അതാണ് അടുത്ത പോയിന്റ്. ഉദ്ധാനമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാന ഇവന്റ് ആണ് അല്ലെ, ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാന ആ ഇവന്റ് നടന്നത് ആ ധനികനായവന്റെ കല്ലറയിൽ നിന്നാണ്. അപ്പൊ അരിമത്യക്കാരൻ ജോസഫ്, ഇനി അടുത്ത പോയിന്റ് എന്താന്ന് പറഞ്ഞാല്, ഈ അരിമത്യക്കാരൻ ജോസഫ് സെയിന്റ് ജോസഫ് ഓഫ് അരിമത്യ എന്ന രീതിയിൽ കാനനൈസ് ചെയ്യപ്പെട്ട വിശുദ്ധനുമാണ്. അപ്പൊ പിന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ നമ്മുടെ ചില വ്യാഖ്യാനങ്ങള് അല്ലെങ്കിൽ നമ്മള് ബൈബിള് കേൾക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, അതെ, അപ്പൊ തെറ്റിദ്ധാരണകൾ മാറ്റപ്പെടേണ്ടതുണ്ട്. ആ തെറ്റിദ്ധാരണകൾ, അപ്പൊ പണത്തെ വചനം എങ്ങനെ കാണുന്നു, പണത്തെ വചനം എങ്ങനെ കാണുന്നു, പണത്തെ സഭ എങ്ങനെ കാണുന്നു, പണത്തെ ഞാൻ എങ്ങനെ കാണണം, ഇതാണ് നമുക്ക് മനസ്സിലാകേണ്ട ഒരു ഇത്. അപ്പൊ ധനികനായിരിക്കുക, അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, ധനികനായിരിക്കുക എന്നത് തെറ്റായ കാര്യമല്ല. ധനം ഒന്ന് പങ്കുവെക്കപ്പെടാത്ത ധനമാണ് പ്രശ്നം. പങ്കുവെക്കപ്പെടാത്ത ധനമാണ് എങ്കിൽ അതൊരു പ്രശ്നമാണ്. ക്രിസ്ത്യാനിയായ എന്നുള്ള നിലയിൽ അവൻ ധനം പങ്കുവെക്കുന്നില്ല, ആവശ്യക്കാരായിട്ട് പങ്കുവെക്കുന്നില്ല എന്ന് ആണെങ്കിൽ ഒരു പ്രശ്നമാണ്. ധനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ധനത്തിനെ ദൈവമായി കണ്ടാൽ അത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ധനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ഈ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കാനായിട്ട് ഇതിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട് ഞാൻ എന്നെ തന്നെ കാണുകയാണെങ്കിൽ അതാണ് ശരിയായ രീതിയിൽ സുവിശേഷ മൂല്യം അനുസരിച്ച് ധനികനാകാൻ സാധിക്കുക. അല്ലാതെ ധനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്, അങ്ങനെയാണ് നമുക്ക് നോക്കുമ്പോൾ താലന്തുകളുടെ ഉപമയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുള്ളവൻ അവൻ കൊണ്ടേ കുഴിച്ചിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞ ആ സമയത്ത് പറയുന്നത്, ഇത് പലിശക്ക് കൊടുക്കായിരുന്നില്ലെന്ന് അല്ലേ, പലിശക്ക് കൊടുക്കായിരുന്നില്ലെന്ന് ചോദിച്ച ഒരു വചനമുണ്ട് അവിടെ. അത് നമ്മൾ വായിക്കാതെ പോകുന്നുണ്ട്. അതായത് വർദ്ധിപ്പിക്കണം. അപ്പൊ അത് കഴിവാകാം, എന്തും ആകാം, അത് വർദ്ധിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ ബോധ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ പറയാത്തടത്തോളം കാലം നമുക്ക് കുറെ തെറ്റായ ചിന്തകളുമായിട്ട് നമ്മൾ ധനത്തെ അങ്ങനെ വരുമ്പോൾ എന്താ, നമ്മുടെ കഴിവ് പോലും വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ താലന്തകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന അടുത്ത് മനുഷ്യൻ, ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. സമൂഹത്തിനും കുടുംബത്തിനും നാടിനും ഉപകാരമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ് ചെയ്യുന്നത്. അതില്ലാതെ ഇത് മതി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്കും അവൻ്റെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആകുമ്പോഴത്തേക്കും പലരുടെ അടുത്ത് പോയിട്ട് ഇത് യാചിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒത്തിരി വലിയ ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട ഒരു മേഖലയാണിത്. വളരെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ഡോക്ടർ കൊച്ചാണി ജോസഫ്, പണം ഒരു പാപമാണ് എന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ അത് വന്നിട്ടുണ്ട്. എത്ര തള്ളിക്കളഞ്ഞാലും പലപ്പോഴും ഈ ഓൺടർപ്രണർഷിപ്പിലേക്കൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അത് പണം ഇടുകയും പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പണം അതിനകത്തൊരു വലിയ ഭാഗമാണല്ലോ. എന്നാൽ നമ്മളൊക്കെ നമ്മളുടെ ഒരു കൾച്ചറിൽ നമ്മളൊക്കെ നേഴ്സ് ആകാനൊക്കെ നമ്മുടെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്തു. അതൊരു സ്ഥിര ജോലി, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ടീച്ചേഴ്സ് ആയിട്ട് വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവിടെയൊക്കെ നമ്മളുടെ ഒരു നിക്ഷേപമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതിനപ്പുറത്തേക്ക് ഒരു സമ്പത്തിന് അങ്ങനെ നിക്ഷേപിച്ച് ഒരു കാര്യം ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കി അത് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്ത് വിജയിച്ച ആളുകളുടെ എണ്ണവും കുറവാണ്. നമുക്കിപ്പോൾ ജോയി അലുക്കാസിനെയൊക്കെ പോലെയുള്ള പലരുടെ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അത് പണ്ട് കാലങ്ങളിൽ കാലാകാലങ്ങളായി വന്ന കുറെ എക്സാമ്പിളുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പുതുതലമുറയിലേക്കൊക്കെ വരുമ്പോൾ അത്തരം റിസ്കുകൾ എടുക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ആ റിസ്കുകൾ എടുക്കാതിരിക്കാൻ വളരെ പല റീസൺസ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഉൾപ്പെടെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ പല കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരു റിലീജിയസ് റീസൺസ് പോലും നമ്മളെ ഫോം ചെയ്ത സിസ്റ്റത്തിൽ അത്തരം റീസൺസ് ഉള്ളതും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ഈ തൊഴിൽ സൃഷ്ടിക്കുന്ന ആളുകളാക്കാതെ മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വി ആർ കോംപ്രമൈസ് ടു ഗെറ്റ് എ ജോബ് ആൻഡ് ലൈക്ക് ബി ഹാപ്പി വിത്ത് വാട്ട് വി ഏൺ
എന്ന രീതിയിലേക്ക് ആക്കിയിട്ടില്ലേ? കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ അത് കുറച്ചൊക്കെ കറക്റ്റാണ്. പക്ഷെ ബൈബിളിൽ ഒരിടത്തും പണം തിന്മയാണെന്നോ പണം തീർച്ചയായും ബൈബിളിൽ പാപമാണെന്നോ 100% ബൈബിളിൽ പറയുന്നില്ല. അങ്ങനെയില്ല. ഈ ബൈബിൾ നമ്മൾ വായിച്ചെടുക്കണം. കാത്തലിക് ഫാമിലീസിനെ മോൾഡ് ചെയ്ത സിസ്റ്റത്തിൽ എവിടെയോ അങ്ങനെ അതെന്താ ഒരു സംഭവിച്ചതെന്ന് സംഭവം അറിയാമോ? വന്നിട്ടുണ്ട്. ഞാൻ നമ്മൾ ബൈബിളൊക്കെ വായിച്ച് വ്യാഖ്യാനിച്ചെടുക്കുമ്പോഴത്തേക്കും 2 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ഒന്ന് എക്സിജീസിസ് എന്ന് പറയും. എക്സിജീസിസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ദ മീനിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് എന്നാണ്. ബൈബിളിലെ ഒരു വരി ആ സന്ദർഭത്തിൽ ആരോട് എപ്പോൾ എന്തിനെ എങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ ഒരു വാക്ക് ഹെർമന്യൂട്ടിക്സ് എന്നാണ്. അതായത് അങ്ങനെയെങ്കിൽ ആ സാഹചര്യത്തിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ അത് എന്നോട് എന്ത് സംസാരിക്കുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ബൈബിൾ വ്യാഖ്യാനം കറക്റ്റ് ആകുന്നത്. ഒരു എക്സിജീസിസും ഒരു ഹെർമന്യൂട്ടിക്സും. പണത്തിൻ്റെ മേഖലയിൽ എന്താ സംഭവിച്ചതെന്നറിയാവുക, എക്സിജീസിസ് മനസ്സിലാകാതെ ഹെർമന്യൂട്ടിക്സിലേക്ക് പോയി എന്നുള്ളതാണ്. അവിടെയാണ് സംഭവിച്ചത്. അല്ലെ പണം പാപമാണെന്ന് ഒന്നും പറയുന്നില്ല. ദൈവത്തെയും മാമോനെയും ഒരേപോലെ സ്നേഹിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പണം പിശാചാണെന്നും പണത്തെ സ്നേഹിക്കരുതെന്നും. ദൈവത്തിന്റെ മുമ്പിൽ 1-ാം പ്രമാണത്തെ ബേസ് ചെയ്ത് ദൈവത്തിന് മുമ്പിൽ ഒന്നിനെയും പ്രതിഷ്ഠിക്കരുത്, ഒന്നിനും പ്രാധാന്യം കൊടുക്കരുത്. ദൈവമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വ്യാഖ്യാനം നമ്മുടെ ആവശ്യമില്ല. സംഹൗ നമ്മുടെ കാത്തലിക് ചർച്ചിന്റെ കാത്തലിക് ചർച്ചിനെ കുറ്റം പറയുന്നില്ല. ബിക്കോസ് നമ്മൾ വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് വത്തിക്കാൻ ഡോക്യുമെന്റ്സ് എടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ലയോ 14 ലേറ്റസ്റ്റ് ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും മനുഷ്യന്റെ വികസനത്തെക്കുറിച്ചാണ് സഭ പഠിപ്പിച്ചിട്ടുള്ളത്. ജോൺ പോൾ II പറയുന്നത് ഡെവലപ്മെന്റ് ഇസ് എ കോൾ എന്നാണ്. വികസനം ഒരു വിളിയാണ്, ദൈവവിളിയാണ്. ദോസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെന്റ് പ്രോസസ് ദേ ഷുഡ് കൺസിഡർ ഇറ്റ് ആസ് എ വൊക്കേഷൻ. ഒരു ദൈവവിളിയാണ് സഭ പഠിപ്പിക്കുന്ന. അങ്ങനെയാണ് നമ്മുടെ അൽമായ പ്രേക്ഷിതത്വത്തിലും അൽമായരെ കുറിച്ചുള്ള ഭാഗം പറയുന്നത്. LG ലുമൻ ജെൻഷ്യം, ജനതകളുടെ പ്രകാശം അല്ലെ. അതിൽ 32, 33, 34 വായിക്കുന്ന അൽമായന്റെ വിളിയും ദൗത്യം ഈ ലോകത്തിൽ എന്താണ്? ലോകത്തെ പ്രകാശമാക്കാനും ടു ഇലൂമിനേറ്റ് ദ വേൾഡ്, ടു പുട്ട് ഓർഡർ ഇൻ ദ വേൾഡ്, ലോകത്തെ ക്രമപ്പെടുത്താനുമാണ് അവന്റെ വിളി എന്നാണ്. അതിന്റെ അർത്ഥം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് ദൈവം നോക്കിക്കൊള്ളും എന്നുള്ളതല്ല. ദേ ഹാവ് ടു എൻഗേജ് ഇൻ ടു പൊളിറ്റിക്സ് ആകാം, കൾച്ചർ ആകാം, എക്കോണമി ആകാം, അല്ലെ. ഏത് മേഖലയിലേക്കാണോ ദൈവം വിളിക്കുന്നത് ആ മേഖലയിൽ നമ്മുടെ കഴിവുകൾ സാധ്യതകൾ ഉപയോഗിച്ച് വളരുക എന്നുള്ളതാണ്. കാരണം ആ വളർന്നു വന്ന സെയിന്റ് ഐറേനിയസ് പറഞ്ഞിട്ടുണ്ടേ, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇസ് വെൻ മാൻ ഈസ് ഫുള്ളി അലൈവ്. സമ്പൂർണ്ണ മനുഷ്യൻ, അതാണ് ദൈവത്തിന്റെ മഹത്വം. പക്ഷെ നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടുള്ള വിശുദ്ധരുടെ സാഹചര്യങ്ങൾ, അത് ഏത് വിശുദ്ധരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ദാരിദ്ര്യം ഒരു എലമെന്റ് ആണ്, അല്ലെ? എന്നാന്നറിയാമോ? അല്ലെങ്കിൽ അവര് കൂടുതലായിട്ട് ഒരു പക്ഷേ കുടുംബസ്ഥരായ ആളുകളെ ആയിരിക്കത്തില്ല, ഒരു ലൈഫ് ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു എക്സാം ഞാൻ പറഞ്ഞ കുഞ്ഞുനാളുകളിലെ എക്സാമ്പിൾസ് ആണല്ലോ നമ്മളെ അഭിപ്രായങ്ങൾ രൂപവൽക്കരിക്കാൻ. അതിനപ്പോ ഞാൻ എന്റെ പോയിന്റ് അതാണ്. അങ്ങനെ നമ്മൾ ഒരു ദാരിദ്ര്യത്തെ നമ്മൾ എന്തിനാണ് മഹത്വവൽക്കരിക്കുന്നത്? അങ്ങനെ മഹത്വവൽക്കരിക്കുന്ന ഒരു കാര്യം ഉണ്ടോ എന്നൊരു ചോദ്യം. ദരിദ്ര ഭാഗ്യവാന്മാർ എന്നുള്ള വചനത്തെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചാണ് അത് അവിടെ ചെന്ന് അവസാനിച്ചത്. അപ്പൊ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒന്നല്ല ദാരിദ്ര്യം. നമുക്ക് ദൈവം അനുവദിച്ച സഹനങ്ങളുണ്ട്, അത് സ്വീകരിച്ചാൽ മതി. അല്ലാണ്ട് സഹനങ്ങളെല്ലാം ദാരിദ്ര്യം അതെനിക്ക് ദൈവം അനുവദിച്ച, ഞാൻ ദരിദ്രനായി ജനിച്ചു, ഞാൻ ദരിദ്രനായി ജീവിച്ചു, ഞാൻ ദരിദ്രനായി മരിക്കും, അതാണ് അവസ്ഥ. അല്ല, മനസ്സിലായ? ഞാൻ ദരിദ്രനായി ജനിച്ചായിരിക്കാം, പക്ഷെ ദരിദ്രനായി മരിക്കേണ്ടവനല്ല. അപ്പൊ ദൈവം എനിക്ക് തന്നിട്ടുള്ള താലന്തുകൾ ഉൾപ്പെടെയുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ മറ്റൊരു പിക്ചറും തരുന്നുണ്ട്, അല്ലേ? അതെല്ലാം തീർച്ചയായിട്ടും അതെല്ലാം ഒരു മാനസിക. ഇനി അതിലേക്ക് വന്നു, അല്ലേ? അങ്ങനെ ഏറ്റവും വലിയ വിചിത്രമായ കാര്യങ്ങളെ ഇങ്ങനെയുള്ള ഫ്രാൻസിസ് അസീസി അല്ലെങ്കിൽ അഗസ്റ്റിനൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവരെല്ലാം മിക്കവരും അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉപേക്ഷിക്കുന്നതിൽ ഒരു ഇതുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ സന്യാസത്തിന്റെ സ്പിരിച്വാലിറ്റി ഉണ്ട്, അല്ലെ? അവര് സന്യാസത്തിലേക്ക് വന്നു എന്നുള്ളതിന്റെ കാതൽ, അതൊരു ഡിറ്റാച്ച്മെന്റിന്റെ സ്പിരിച്വാലിറ്റി, അതൊരു വളർച്ചയാണ് എന്ന് വെച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ട് ഒരാൾ പട്ടിണി കിടക്കണമെന്നല്ല എന്റെ അർത്ഥം. അത്താഴ പട്ടിണി കിടക്കണമെന്നല്ല. കാരണം ഫ്രാൻസിസ് എല്ലാം ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഇന്ന് മക്കളെ കഞ്ഞിയില്ല, കളമാനൊന്നുമില്ല, നിങ്ങൾ ഈശോയെ സ്തുതിക്ക്, അതല്ല അതിന്റെ അർത്ഥം. അപ്പൊ അവിടെയാണ് നമ്മുടെ സമ്പത്തിനോടുള്ള നമ്മുടെ കൺസെപ്റ്റ് മാറേണ്ടത്. ദൈവം നമ്മൾ ആരും ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒന്നിനും കുറവുണ്ടായില്ലെന്ന് പറഞ്ഞിരിക്കണം. ഒന്നിനും കുറവുണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് പണമുണ്ട്, മനസ്സിലായി? എന്ന് വെച്ചുകൊണ്ട് നീചമായ രീതിയിൽ അന്യായമായ രീതിയിൽ പണം സമ്പാദിക്കാൻ പാടില്ല. റെസ്പോൺസിബിൾ ആയി സ്റ്റുവർഷിപ്പ്, സഭ ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റുവർഷിപ്പാണ്. കാര്യസ്ഥത അല്ലെങ്കിൽ ഒരു കസ്റ്റോഡിയൻ. ദൈവം തരുന്ന കാര്യങ്ങളുടെ കാര്യസൂക്ഷിപ്പുകാരനാണ് ഞാൻ. അതിനോടൊക്കെ എൻ്റെ സഭയുടെ വാക്ക് സ്റ്റുവർഷിപ്പാണ്. അതായത് ഞാൻ അതിനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് 10 മടങ്ങ് താലന്തിന്റെ ഉപമയെ പറഞ്ഞാൽ അത് 10 മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതാണ്. അത് വിതരണം ചെയ്യേണ്ടതാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്
ഒരു വികേന്ദ്രിത നീതിയാ സഭ പഠിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും പല കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ധനവാന്റെ കഥയിൽ പോലും, ധനവാന്റെ ലാസറിന്റെ കഥയിൽ പോലും എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റൊരു വായന ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും പലപ്പോഴും ഈ സമ്പത്ത് വിതരണം ചെയ്യാത്തത് അല്ലെങ്കിൽ സമ്പത്ത് ഷെയർ ചെയ്യാത്തത് സിന്നാണ്. അത് sin തന്നെയാണ് അല്ലെ? പലപ്പോഴും ആ മൂല്യങ്ങളും നേടാനുള്ള, അത് വിതരണം ചെയ്യാനുള്ള പക്വതയും നമുക്ക് ഉണ്ടാകണം എന്നതും പ്രധാനപ്പെട്ടതാണ് അല്ലെ? ഇങ്ങനെ സമ്പത്ത് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നന്മകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകത്തില്ല അല്ലെ? ഇപ്പം നമ്മൾ പള്ളി പെരുന്നാളിനെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചർച്ച ചെയ്തു. സമ്പത്തുള്ളവരാണ് ആ പെരുന്നാൾ ഏറ്റെടുത്ത് നടക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും അത് ഇടവകയുടെ ആഘോഷമായിക്കോട്ടെ, കൂട്ടായ്മയുടെ ആഘോഷമായിക്കോട്ടെ. അപ്പൊ ഈ സമ്പത്ത് ഉണ്ടെങ്കിലാണല്ലോ ഇത് ചെയ്യാൻ പറ്റുക അല്ലെ? എന്ത് കാര്യങ്ങളും ചെയ്യാനും നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ടല്ലോ അല്ലെ? എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അല്ലെ? ഒരു സ്കൂളാണെങ്കിൽ പോലും ബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ മനോഹരമായ ദേവാലയങ്ങൾ എങ്ങനെ ഉണ്ടായത്, നമ്മുടെ ദേവാലയങ്ങൾ ഉണ്ടായത് നമ്മളുടെ തന്നെ സമ്പത്ത് കൊണ്ടാണ്. അപ്പൊ സമ്പത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സമ്പത്ത് ഒരു ഇൻഫ്ലുവൻസ് കൂടിയാണ് അല്ലെ? സമ്പത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നു, സമ്പത്ത് ഒരു അധികാരത്തിന്റെ അല്ലെങ്കിൽ അധികാരികളെ സൃഷ്ടിക്കുന്ന ഒന്നും കൂടിയാണ് അല്ലെ? അതെ അതെ. നമുക്ക് ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പണം കൊടുത്ത് വാങ്ങുന്ന എന്തെങ്കിലും വസ്തുവിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ നമ്മുടെ ടൈം തന്നെ പണമായിട്ട് നമുക്ക് ടൈം ഈസ് മണി നമുക്ക് പറയാം. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ സമ്പത്തിന്റെ മറ്റൊരു ഇത് കടന്നു വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് വോളണ്ടറി ആയിട്ടായിരിക്കാം ഒരു സർവീസ് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ അടുത്ത ആൾക്കാർക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, ഒരിക്കല് എറണാകുളത്ത് ഒരു കാത്തലിക് ബുക്ക് ഷോപ്പിൽ പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ അവിടെ ബൈബിള് വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കും ബൈബിളിന്റെ വില കേട്ടപ്പോ, ഓ ഇത് എന്നാ വിലയാ, ഇത് ഫ്രീ കൊടുത്തൂടെ എന്ന്. അപ്പൊ ഞാനിങ്ങനെ ഈ പുള്ളിനെ ഇങ്ങനെ നോക്കി. ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് എല്ലാം ഇങ്ങനെ ഫ്രീ ആയി കിട്ടുക, അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നത്തിങ് ഈസ് ഫ്രീ. ആൾക്കാർക്ക് അത് അറിയാൻ പാടാത്തോ. ലോകത്തൊന്നും ഫ്രീ ഇല്ല. എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ ആരെങ്കിലും അതിന് വില കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വം. നമുക്ക് എല്ലാം ഇപ്പൊ സുവിശേഷമാണ്, അതായതുകൊണ്ട് അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ആരെങ്കിലും വില കൊടുക്കാതെ, ഇപ്പൊ ഞാൻ ജപമാലയ്ക്ക് എന്തിനാണ് പൈസ വാങ്ങുന്നത് അല്ലെ? കുർബാന പുസ്തകം നമുക്ക് പൈസക്ക് വിൽക്കാൻ പാടില്ല. ഈ ജപമാല കെട്ടുന്ന കുടുംബങ്ങൾ ഇതൊക്കെയാണ് നമ്മളുടെ സമ്പത്തിനെ കുറിച്ചുള്ള മറ്റൊരു അതെ അതെ അതെ. അപ്പൊ നമുക്ക് ധനമുള്ള അടുത്താണ് നമുക്ക് അങ്ങനത്തെ ഉള്ള നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് നല്ലൊരു കാത്തലിക് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ വാല്യൂ ഉള്ള ഒരു സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു 10 കോടി അല്ലെ രൂപയുണ്ടെങ്കിൽ അതിനെ എടുക്കാനായിട്ടുള്ള സമ്പത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു മീഡിയ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ പറയണ പണം ഒത്തിരി ഇവാഞ്ചലൈസേഷൻ കാര്യത്തെ ഒത്തിരി പരിപോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പണം. ഇവാഞ്ചലൈസേഷനെ ശരിക്കും നമുക്ക് ഇപ്പോൾ ഒരു മിഷൻ നടത്തണമെങ്കിൽ എന്തോരം ആൾക്കാരെ ഇപ്പോൾ ഫാമിലി ആയിട്ട്, അത് കൂടുതലും പ്രൊട്ടസ്റ്റന്റുകാരാണ് അങ്ങനെ ചെയ്യുന്നത്, ഫാമിലി മിഷനായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ. ഇപ്പൊ നമ്മൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കഥകളൊക്കെ വന്ന് പറയുമ്പോഴും ഓർക്കണം, അവർ കുടുംബമായിട്ടാണ് വന്നത്. ആ കുടുംബത്തെ അവിടുത്തെ ഒരു ചർച്ച ആയിരിക്കും ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർ മിഷൻ നടത്തുന്നത്. അപ്പോൾ അവർക്കുള്ള ആ ചർച്ചിന്റെ ആളുകളുടെ ദശാംശത്തിലൂടെയാണ് ഇവാഞ്ചലൈസേഷൻ നടത്തുന്നത്. അപ്പൊ നമ്മൾ ദശാംശം കൊടുക്കുക എന്നത്, കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ദശാംശം എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലൈസേഷൻ നടത്താനുള്ള ദശാംശം ആയിരിക്കണം. പള്ളിയിൽ പടക്കം പൊട്ടിക്കാനും നടത്തുന്നതിന് ദശാംശമായിട്ട് ഞാനങ്ങനെ കാണുന്നില്ല. ഇവാഞ്ചലൈസേഷന് വേണ്ടി ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്നിടത്ത് സുവിശേഷം അനേകം കേൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, പണം വർദ്ധിപ്പിക്കുന്നത്, ഇപ്പൊ എനിക്ക് 25,000 രൂപ വരുമാനമുള്ളൂ. എന്റെ 10% എന്ന് പറയുമ്പോഴത്തേക്കും 2,500 രൂപ. അതേസമയം എനിക്ക് 2.5 ലക്ഷമാണ് വരുമാനമെങ്കിൽ മാറി, എനിക്ക് 25 കോടിയാ വരുമാനമെങ്കിൽ. അപ്പൊ ഇതനുസരിച്ചിട്ട് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങൾക്കൊക്കെ വർധനമുണ്ടാവും. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മളെപ്പോഴും വ്യക്തിപരമായ പണത്തെക്കുറിച്ചാണ്. ഇത് സൊസൈറ്റിയിലേക്ക് എത്തേണ്ട പണമാണ് ശരിക്കും ഇവാഞ്ചലൈസേഷനിലൂടെ അല്ലെങ്കിൽ ദശാംശത്തിലൂടെയൊക്കെ ലഭിക്കുന്നത്. സൊസൈറ്റിയിലേക്ക് വളരെ കാര്യമായിട്ട്. അത് കൂടാതെ സച്ചിൻ പറഞ്ഞപ്പോൾ തമാശ കഥ തമാശ അല്ല, ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് വന്നതാണ്. ഒരാൾ വികാരിച്ചതിനടുക്കട് ചെന്ന് ചോദിച്ചു, നേർച്ച നേർന്നാൽ അങ്ങോളം നിറവേറ്റണമെന്ന് ചോദിച്ചു. അപ്പൊ വികാരിച്ച് ചോദിച്ചാൽ എന്ത് അങ്ങനെ ചോദിക്കാതെ ഞാൻ കാര്യം പറയുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞ പോലെ 5,000 രൂപ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ 10% കൊടുക്കാൻ നേർന്നു. എന്നിട്ട് 500 കൊടുത്താൽ മതിയല്ലോ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് 50,000 വരുമാനമുണ്ട്. ഇപ്പൊ 5,000 എല്ലാ മാസം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ. അതുകൊണ്ട് നേർച്ച നേർന്നാൽ അങ്ങോളം നിറവേറ്റേണ്ട കാര്യമുണ്ട് ഫാദർ എന്ന് വെച്ചു. വിചാരിച്ചു പറഞ്ഞു, മോനെ എനിക്ക് നിന്റെ വിഷമം മനസ്സിലായി, ഞാൻ പ്രാർത്ഥിക്കാം നിന്നെ വീണ്ടും 500 കൊടുക്കാൻ പറ്റിയ പരുവത്തിലേക്ക്. അവിടെയാണ് പണത്തിന്റെ പ്രശ്നം.
ദൈവം ജനറസ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് ഹിസ് ജനറോസിറ്റി ദൈവം വല്ലാതെ മൾട്ടിപ്ലൈ ചെയ്ത് തരും ചിലരുടെ പണം. പക്ഷെ ഈ പണം എങ്ങനെ പങ്കുവയ്ക്കുന്നു, എവിടെ കൊടുക്കുന്നു, എങ്ങനെ, ഇവിടെയാണ് നമ്മൾ ധനമോഹമാണ് പാപം എന്ന് പറയുന്നത്. മനസ്സിലായത്? പൗലോസ്ലീഹ തിമോത്തിക്കെതിരെ ലേഖനത്തിൽ അവിടെയാണ് കുറ്റപ്പെടുത്തുന്നത്. ധനമല്ല പാപം, ധനം, ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് എവരി ഈവിൾ. എല്ലാ തിന്മയുടെ അടിസ്ഥാനം പണത്തിനാണ്. അവിടെയാണ് നമ്മൾ യൂദാസിനെ എല്ലാം കാണുന്നത്. ഇതിനെയൊക്കെ നമ്മൾ കിടന്നിട്ട് ഉറക്കം വരാത്ത ചില ആൾക്കാരുണ്ടല്ലോ, കിടന്നു കഴിഞ്ഞ് കാശിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് തലേണയുടെ അടി തപ്പി നോക്കുന്നു, താക്കോൽ അവിടെ തന്നെ ഇരിപ്പുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് സേഫ് ചെയ്ത് നോക്കും. ദാറ്റ് മീൻസ് ഹിസ് ഫുൾ കോൺസെൻട്രേഷൻ ഈസ് ഓൺ ദ മണി ഓൺലി. അവിടെയാണ് അതിൻ്റെ തെറ്റ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നിന്റെ ഹൃദയമായിരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പം പണം അതിനാൽ തന്നെ തെറ്റല്ല. മണി ഈസ് നോട്ട് അറ്റ് ഓൾ എ തിന്മ. ഒരു തിന്മയല്ല, ഒരു പാപമല്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, സഭയും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ എങ്ങനെയോ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ വീടുകളിൽ ചില ധ്യാന ഗുരുക്കന്മാർ എങ്ങനെയൊക്കെ ഇത് നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിട്ടത് കൊണ്ട് ക്രിസ്ത്യൻ സമൂഹം ഇന്ന് ഒരു എന്റർപ്രണറിയൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി ലെവലിലേക്ക് വളരുന്നില്ല. നമ്മുടെ പിള്ളേർ പുറത്തോട്ട് പോകാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ദേ ആർ നോട്ട് ക്രിയേറ്റിംഗ് ജോബ്സ്. അതായത് നമ്മൾ ബെനിഫിഷ്യറി ലെവലിൽ നിൽക്കാതെ കോൺട്രിബ്യൂട്ടറി ലെവലാകുന്നതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ബെനിഫിഷ്യറി, സഭ എനിക്ക് എന്ത് തന്നു, സഭയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ വാട്ട് ഐ ഹാവ് ഗിവൺ. അപ്പോൾ ആ രീതിയിലുള്ള വളർച്ച പണത്തിൻ്റെ മേഖലയിലുണ്ട്. അങ്ങനെ കുടുംബങ്ങളും വ്യക്തികളും വളരേണ്ടത് ഒരു മിഷണറി ചൈതന്യമാണ്. പക്ഷേ മിഷൻ സ്പിരിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പണം അതിനാൽ തന്നെ തിന്മയല്ല. പണം സൃഷ്ടിക്കുന്ന രീതി, കാത്തു സൂക്ഷിക്കുന്ന രീതി, ചെലവഴിക്കുന്ന രീതി, പങ്കുവയ്ക്കുന്ന രീതി, ഇതൊക്കെ സുവിശേഷാത്മകമാവുക എന്നുള്ളതാണ് മനോഹരം. ഷെക്കീന ഫയർ റൂമിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പ്രിയ അതിഥികൾ പങ്കുവച്ചതുപോലെ പണം ഒരു തിന്മയല്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യാനുള്ള ഒരു ആയുധമാണ്, ഒരു അവസരമാണ്, ഒരു ഉത്തരവാദിത്തമാണ് പണം. ആ പണം ഏറ്റവും നീതിപൂർവമായിട്ടുള്ള വഴികളിലൂടെ ആ പണം സമ്പാദിക്കുവാനും ആ സമ്പത്തിനെ വർദ്ധിപ്പിക്കാനും അങ്ങനെ ഈ സമൂഹത്തിലെ ധാരാളം പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി അല്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാക്കി ആ സമ്പത്തിനെ മാറ്റാനുമുള്ള ഒരു ഉത്തരവാദിത്തമാണ് കാത്തലിക് മൂല്യങ്ങളിൽ, ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിസ്ഥാനമായി നമ്മൾ പണത്തെ കാണേണ്ടത്. തീർച്ചയായിട്ടും ആ പണം അത് ദശാംശം നൽകി മറ്റുള്ള ധാരാളം മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പണം അത് തീർച്ചയായിട്ടും ധാരാളം നന്മകൾ ചെയ്യും. അങ്ങനെ ഉത്തരവാദിത്തപൂർണമായി സമ്പത്ത് സ്വീകരിക്കുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സേവ് ചെയ്യാനും അങ്ങനെ ഒരു ഉത്തരവാദിത്തപൂർണമായി സമ്പത്തിനെ വിനിയോഗം ചെയ്യുന്ന സമൂഹമായി നമുക്ക് ഇനിയും വളരേണ്ടതുണ്ട്. അതിന് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഷെക്കീന ഫയർ റൂമിന്റെ എപ്പിസോഡ് അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക്, അതിഥികൾക്ക് നന്ദി, നമസ്കാരം.